ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ മ്യൂസിക്കിനുള്ള വാല്യൂ, അതുപോലെ തന്നെ യൂറോപ്പിലുള്ള സ്കൂളുകളിലെ മ്യൂസിക്കിനുള്ള വാല്യൂവിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എനിക്ക് കുറേ സ്റ്റുഡൻസ് ഓൺലൈൻ യൂറോപ്പിലുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു തന്ന അറിവുകൾ, അവരുടെ പേരൻസ് പറഞ്ഞു തന്ന അറിവുകളിലൂടെയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിൽ മ്യൂസിക് എന്ന് പറഞ്ഞൊരു സംഭവത്തിന് വാല്യൂ ഇല്ല. കറക്റ്റ് അല്ലേ? നമ്മുടെ നാട്ടിൽ സ്കൂളിൽ പഠിച്ചു തുടങ്ങുമ്പം തൊട്ട് 3rd സ്റ്റാൻഡേർഡ് തൊട്ട് അവർക്ക് മ്യൂസിക് എന്നൊരു സംഭവം കൊടുക്കണം. ആർട്ട് അല്ലെങ്കിൽ കല എന്തിനാണെങ്കിലും ഏത് ടൈപ്പിലുള്ള കലയ്ക്കാണെങ്കിലും കൊടുക്കേണ്ടതാണ്. അത് നല്ല എക്സ്പേർട്ടുള്ള ടീച്ചേഴ്സ് വെച്ച് പഠിപ്പിക്കണം. പഠിച്ചവർ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അവർ ജോലി കിട്ടുന്ന കൂട്ടത്തിൽ അവർക്ക് ഇതും കൊണ്ടുപോകാൻ പറ്റും. യൂറോപ്പിൽ അങ്ങനെയാണ്. യൂറോപ്പിൽ അവർക്ക് ഓരോ സബ്ജക്റ്റിൻ്റെ കൂട്ടത്തിൽ മ്യൂസിക് എന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. ആ മ്യൂസിക് എന്നൊരു സബ്ജക്റ്റ് പഠിക്കുന്ന കൂട്ടത്തിൽ അവർ പഠിച്ച് വെളിയിലിറങ്ങുമ്പോൾ 12th ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കോളേജിലോട്ട് വരുമ്പോൾ അവർ എക്സ്പേർട്ടാവും. ഏത് കലയാണ് അവർ പഠിച്ചിരിക്കുന്നത് അതിൽ എക്സ്പേർട്ടാവും. അതുപോലെ തന്നെ അവർ നല്ലവണ്ണം അതിൽ സമ്പാദിക്കാനും കഴിയും, അതിനകത്ത് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്നൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അങ്ങനൊരു സംഭവമേ ചെയ്യുന്നില്ല. അതുകൊണ്ട് കല കൊണ്ട് എന്തുണ്ടാക്കാം എന്നുള്ളൊരു സംഭവത്തിലായിരിക്കും അവർ അങ്ങനെ ചെയ്യാത്തത്. പക്ഷേ യൂറോപ്പിലൊക്കെ എല്ലാവരും, ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും അതുപോലെ ഓരോ വീട്ടിലുള്ളവരെല്ലാവരും നല്ലോണം കലയായിട്ട് നല്ലോണം കൊണ്ടുപോകുന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെൻറ് ഇത് ചെയ്യണം.